വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. പണ്ടൊക്കെ വേലിപ്പടർപ്പമ്മയും അതുപോലെ കാട് പിടിച്ച പറമ്പുകളിലൊക്കെ കണ്ടിരുന്ന ഒരു പൂവാണ് ഇത്, ശംഖുപുഷ്പം. നിങ്ങൾക്കൊക്കെ അറിയാം. ഇംഗ്ലീഷിൽ ബ്ലൂ പീ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ, അങ്ങനെ ഈ പയറുവർഗ്ഗത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് പി എന്നുള്ള ഒരു വേർഡ്. അപ്പോൾ ഈ ശംഖുപുഷ്പം കാര്യം അന്നൊന്നും വലിയ പത്രാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലാണ് ശംഖുപുഷ്പം. തുടക്കത്തിലൊക്കെ ഒരു ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പൂക്കളിട്ട് തിളപ്പിച്ച വെള്ളം ഒരു നീല കളറായിരിക്കും. അപ്പോൾ അത് ആണ് തുടക്കത്തിൽ കയറി പിടിച്ചത്. ആയുർവേദത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇത് യൂസ് ചെയ്തിരുന്നു. ഇതിൻ്റെ എനിക്ക് തോന്നുന്ന പൂക്കളും അതുപോലെ വേരും ഇതൊക്കെ യൂസ് ചെയ്തിരുന്നതായിട്ടാണ് അറിവ്. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് ഇവൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര സൂപ്പർ ഫുഡ്, അതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറ്റസ് ആണ് പിന്നെ. അതിൻ്റെ പൂവിൻ്റെ മുട്ടാണ് അത്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക, ബീൻസൊക്കെ പോലെ കൊത്തമരയൊക്കെ പോലെ ഇതുപോലെ ഒരു പയറ് ഈ പീ എന്നുള്ള വാക്കുണ്ടല്ലോ, ബ്ലൂ പീ. അപ്പോൾ അങ്ങനത്തെ അതതിൻ്റെ വിത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് എൻ്റെ വീട്ടിലിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ചായയാണ് ബേസിക്കലി ഉണ്ടാക്കൽ. ഇതാണ് ആ ഒരു പയർ പോലെ ഉള്ള അതിൻ്റെ വിത്ത് കായ. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ റൈസ് ഒരു പ്രാവശ്യം വൈഫ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ചാൽ നീല വെള്ളം അതിൻ്റെ ആ സത്തൊക്കെ അതിൽ ഇറങ്ങും. ആ വെള്ളം നമ്മൾ അരി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിൽ ചേർക്കണു. അപ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ കുറച്ചൊക്കെ അതിൽ കയറും. അതുപോലെ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം ചേർത്താൽ ചപ്പാത്തിക്ക് ഒരു ബ്ലൂ കളറാവും. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ചേർത്തുണ്ട്. ഇപ്പോൾ ഇത് ആമസോണിലും മറ്റ് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇതിൻ്റെ പല ഫോമാറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പൂവിന് 1000 രൂപയാണ് ഇപ്പോൾ കിലോന് വില. പൂവ് ഉണക്കിയിട്ടും വരുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുണ്ട്. അതുപോലെ ബ്ലൂ ടീ തന്നെ എന്താ പറയുക, പലതരം ടിന്നുകളിൽ, അതുപോലെ ഈ കാണുന്ന പോലെ സ്റ്റാൻഡി പൗച്ച്. ഇത് 30 ടീ ബാഗ്സ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ടീ ബാഗ്സ് 30 എണ്ണത്തിന് 369 രൂപയോ മറ്റാണ് ആമസോണിൽ കണ്ടത്. ഇതിട്ട് തിളപ്പിക്കുമ്പോൾ ഈ ഒരു നീലയും പിന്നെ ഇതിപ്പോൾ ഈ കാണുന്ന പർപ്പിൾ കളറ്, നമ്മൾ ലെമൺ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് അതുപോലെ ഒരു പർപ്പിൾ കളറാവും. അപ്പോൾ അതിൽ കുറച്ച് ഒരു തേനൊക്കെ ചേർത്ത ഒരു മധുരത്തിന് അത് ചേർക്കാം. നല്ല ഒരു സാധനമാണ്. നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ, അതുപോലെ നമ്മുടെ ടെൻഷൻ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണെന്നാണ് പറയണത് ഇതിൻ്റെ ചായ. ഇപ്പോൾ ഇതാണ് ആ റൈസ്, ബസ്മതി റൈസിൽ അവർ ആ കളറ് വരുത്താനായിട്ട്. അതുപോലെ സാഗോ ഇട്ടിട്ടുള്ള പായസം, അങ്ങനെ അനവധി നമ്മുടെ ഇമാജിനേഷൻ. ഇപ്പോൾ ഇന്നാൾ ഷെഫ് പിള്ള ഇതിൻ്റെ പായസം, ഇപ്പോൾ ഓണം കഴിഞ്ഞല്ലോ, പായസത്തിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. കേക്ക്, പുഡിങ്, അങ്ങനെ തുടങ്ങി എന്തൊക്കെ ജെല്ലി ടൈപ്പിൽ. ഇതിപ്പോൾ ഇതാണ് ചീസ് കേക്കാണ്. പിന്നെ ജെല്ലി ഉണ്ട്, ഇതുപോലെ ക്യൂബ്സ് ആയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള കേക്ക് കണ്ടോ, എന്താ ഭംഗി. അപ്പോൾ ഇതിലൊക്കെ ഈ ബ്ലൂ പീ ചേർന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇത് വെച്ചിട്ട്. അപ്പോൾ അത്രയും ഒരു പ്രത്യേകത. അതുപോലെ അതിപ്പോൾ റൊട്ടി അടക്കം ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ബ്രെഡ്, അങ്ങനെ ചപ്പാത്തി, ഇതൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണ് ബ്ലൂ പീ.